നമസ്കാരം. ഞാൻ മുഹമ്മദ് സഗീർ പണ്ടാരത്തിൽ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ചാനലിലെ ഈ പരിപാടി ശ്രമിക്കുന്നവർക്ക് ഈ പേര് വളരെ സുപരിചിതമാവും, മുഹമ്മദ് സഗീർ പണ്ടാരത്തിൽ. കാരണം കഴിഞ്ഞ 8 മാസത്തിലേറെയായി ശരവൺജിയുടെ 101 കവിതകളുടെ സമാഹാരം സ്പാർക്ക് മീഡിയയിലൂടെ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രേഖാചിത്രവും അതുപോലെ മ്യൂസിക് കോർഡിനേഷനും വീഡിയോ എഡിറ്റിംഗ് എല്ലാം നിർവഹിച്ചിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ എഴുതി കാണിക്കുമായിരുന്നു അതിൽ എൻ്റെ പേര്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാനൽ കാണുന്നവർക്ക് ഈ പേര് വളരെ സുപരിചിതമാകുമെന്ന്. പ്രത്യേകിച്ച് നിങ്ങളോട് ഈ പേരിലെ ആളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ ചില കാര്യങ്ങൾ പറയാം. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ശരവൺജിയെ ഏകദേശം 10 വർഷത്തിലേറെയായി അറിയാമെങ്കിലും അദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പറ്റി ഞാൻ പല മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞ് അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ബന്ധപ്പെടുകയായിരുന്നു. ഞാനന്ന് ഖത്തറിലാണ്. അന്ന് തുടങ്ങിയ ബന്ധം പിന്നെ പല അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, സാഹിത്യ കലാമേഖലകളിൽ. അതേ തുടർന്നുണ്ടായ പരിചയത്തിൽ ആണ് ഇപ്പോൾ കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളുടെ സമാഹാരം അദ്ദേഹം തന്നെ സ്വന്തമായി വായിച്ച് അവതരിപ്പിക്കുകയാണല്ലോ. അതിൻ്റെ രേഖാചിത്രം അത് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം കവിത ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കാരിക്കേച്ചർ. ഈ 101 കവിതകൾക്കും വ്യത്യസ്തമായ കാരിക്കേച്ചറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പറയാനുണ്ട്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറോ ഒരു മ്യൂസിഷ്യനോ ഒരു വീഡിയോ എഡിറ്ററോ ഒന്നുമല്ല. ഞാനൊരു സിവിൽ എൻജിനീയറാണ്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുതും. ഇഷ്ടമേഖല പത്രമേഖലയാണ്. നാട്ടിൽ പത്രങ്ങളിലുണ്ടായിരുന്നു. പിന്നെ ഖത്തറിൽ പോയപ്പോഴും അവിടെയും എഴുത്തും പത്രവും ഒക്കെയായി അങ്ങനെ അങ്ങ് കൂടുകയായിരുന്നു. ഇദ്ദേഹം ഈ കവിത ഇങ്ങനെ വായിച്ച് അവതരിപ്പിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ, എന്നെ ബന്ധപ്പെട്ടപ്പോൾ, സ്പാർക്ക് മീഡിയ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ നോവൽ ശങ്കജം എന്ന നോവൽ ഇദ്ദേഹം തന്നെ വായിക്കുകയും അവതരിപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് അവസാനിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്താലോ എന്ന് എന്നോട് ചോദിക്കുന്നത്. ആ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ എങ്ങനെ വേണമെന്ന് അദ്ദേഹം കൂടിയാലോചിക്കുകയും കാരിക്കേച്ചർ അതുപോലെ തന്നെ പല സംഗീത അറിയുന്ന ഇവർ തന്നെ സംഗീതവും അതുപോലെ തന്നെ ആലാപനവും ഗായകരെ കൊണ്ട് ആലപിക്കുകയും ചെയ്യാമെന്നാണ് കരുതിയെങ്കിലും തുടക്കത്തിൽ 1-2 എപ്പിസോഡുകളിൽ അങ്ങനെ വരികയും പിന്നെ കവിത വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരത്തെറ്റുകളും ആലപിക്കുമ്പോഴുണ്ടാകുന്ന അക്ഷരത്തെറ്റുകളും ഒക്കെ കൂടി അദ്ദേഹം തന്നെ പിന്നെ കവികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും അത് സംഗീതം നിർവഹിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അദ്ദേഹം തന്നെ അത് ഏറ്റെടുക്കുകയും അദ്ദേഹം തന്നെ അത് ആലപിക്കുമായിരുന്നു. ഒരു 10ഓളം കവിതകൾ മാത്രമായിരിക്കണം മറ്റ് കവികൾ ആലപിച്ചിട്ടുണ്ടാവുക. ബാക്കി എല്ലാ ഈ 101 കവിതകളിൽ ബാക്കി എല്ലാ കവിതകളും അദ്ദേഹം തന്നെയാണ് ആലപിച്ചിട്ടുള്ളത്. അതിനെല്ലാറ്റിനും ഒരു സംഗീതത്തിൻ്റെ ABCD പോലും അറിയാത്ത ഞാൻ സംഗീതം ചെയ്യുകയും അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുകയും അതിന് വേണ്ടപ്പെട്ട വീഡിയോകൾ
ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യൂറോപ്പിലുള്ളവരും അമേരിക്കയിലുള്ളവരും അതുപോലെ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യ, കേരളം, പല കൂട്ടുകാരും ബന്ധപ്പെട്ട് അതിന് വേണ്ട വീഡിയോകൾ സംഘടിപ്പിക്കുകയും അതിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുകയും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. പല സമയങ്ങളിലും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ സംഗീതവും അതുപോലെ തന്നെ വിഷ്വൽസും ചേരാതെ വരികയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 101 കവിതകൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരാവൃത്തിയോ രണ്ടാവൃത്തിയോ കേട്ട് കാണുകയുള്ളൂ. പക്ഷേ ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് അത് പലവട്ടം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരു കവിത തന്നെ. പിന്നെ 4 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഒരു കാരിക്കേച്ചർ തന്നെ ചെയ്യുന്നത്. അതുപോലെ എഡിറ്റിങ്ങിനും ഈ പറഞ്ഞതുപോലെ 4 മണിക്കൂറുകളിലേറെ ഈ 10 മിനിറ്റുള്ള കവിതകൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, സംഗീതവും വിഷ്വൽസും ഒക്കെ ചേർത്തുകൊണ്ട് ചെയ്യാൻ. ചിലപ്പോൾ അത് എൻ്റെ പരിചയസമ്പന്നതയുടെ കുറവായിരിക്കണം, ഇത്ര സമയമെടുത്തിരിക്കാം. എന്നിരുന്നാലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യമാണ്. ആ പ്രൊജക്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ പൂർത്തിയാക്കാൻ പറ്റിയ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ്. നല്ല പല കവിതകളും ഞാൻ അതിൽ കേട്ടു. അതുപോലെ ചില കവിതകൾ എനിക്കിഷ്ടപ്പെടാത്തതുമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാന ഭാഗങ്ങളിൽ വന്ന കവിതകളൊക്കെ അതിമനോഹരമായിരുന്നു. അതിലൊന്ന് രണ്ട് കവിതകൾ ഞാൻ പരാമർശിക്കാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ ദുഃഖകരമാണ് എന്നെ സംബന്ധിച്ച്. അതിനാൽ അത് ഞാനൊന്ന് പറയാം. അവസാനം വരുന്ന ഒരു കവിതയുണ്ട്. കവിതയാണ് എൻ നിറച്ചാർത്ത് എന്ന് പറയുന്ന ഒരു കവിത. വളരെ മനോഹരമായ കവിതയെ ഉപാസിക്കുന്ന ഒരു കവി കവിതയെ എങ്ങനെ കാണുന്നു, കവിതയാണ് എൻ്റെ ജീവാമൃതം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിഷേധം എന്ന് പറഞ്ഞൊരു കവിതയുമുണ്ട്. അച്ഛനോട് മകൻ പറയുന്നു അച്ഛന് വാർദ്ധക്യമായെന്ന്. ഇന്നത്തെ ഒരു വർത്തമാനകാലത്തിൽ നമ്മൾ പതിവായി കേൾക്കുന്ന വാർത്തകളാണ്. വൃദ്ധരായ മാതാപിതാക്കൾ ഉറുമ്പരിച്ച നിലയിലും പുഴുവരിച്ച നിലയിലുമൊക്കെ വീട്ടിൽ അനാഥരായിരിക്കുന്നു. ഇവരെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയാൽ മക്കളൊക്കെ വളരെ നല്ല നിലവാരത്തിൽ നാട്ടിലായാലും വിദേശത്തായാലും കഴിയുന്നവരാണ്. അവർക്ക് ആർക്കും മക്കളെ വേണ്ട. കുറേ ആൾക്കാർ അനാഥാലയത്തിൽ അച്ഛന്മാരെയും അമ്മമാരെയും കൊണ്ടുപോയിടുന്നു, തിരിഞ്ഞു നോക്കുന്നില്ല. എത്ര നല്ല രീതിയിൽ ജീവിച്ച അച്ഛനമ്മമാർ ഇപ്പോൾ വഴിയരികിലും. അപ്പോൾ ആ കവിതയും മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. കുറേയധികം പറഞ്ഞു പോയെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ വേളയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ നിർത്തട്ടെ.